Mobile communication, GSM and GSM system architecture. എന്താണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ? നമുക്കറിയാം, നമ്മൾ മൊബൈൽ ഫോൺസൊക്കെ വെച്ച് യൂസ് ചെയ്യുന്ന, മൊബൈൽ ഫോൺ വെച്ച് നടത്തുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരു മൊബൈൽ ഫോണിൽ നിന്ന് മറ്റൊരാളെ കോൾ ചെയ്യുന്നു. അത് എന്ത് തരം കമ്മ്യൂണിക്കേഷനാണ്? മൊബൈൽ കമ്മ്യൂണിക്കേഷനാണ് അല്ലേ? എന്തുകൊണ്ടാണ് അതിനെ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ കിടക്കുന്ന ആളുകൾ തമ്മിൽ പ്രത്യേകിച്ച് ഒരു ഫിസിക്കൽ കണക്ഷൻ ഒന്നും ഇല്ലാതെ, അതായത് ഒരു വയറിൻ്റെയോ കേബിളിൻ്റെയോ ഒന്നും സഹായം ഇല്ലാതെ എന്ത് ചെയ്യാണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് അല്ലേ? അപ്പോൾ അത്തരം ഒരു ടെക്നോളജിയെ പറയുന്നതാണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന്. ഓക്കെ, അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനാണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഒരു എക്സാമ്പിളാണ്. അതായത് വയർലെസ് കമ്മ്യൂണിക്കേഷൻ, വയറിൻ്റെയോ കേബിളിൻ്റെയോ സഹായം ഒന്നുമില്ല. അതാണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. മൊബൈൽ കമ്മ്യൂണിക്കേഷന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ഹൈ കപ്പാസിറ്റി ലോഡ് ബാലൻസിങ്. ഹൈ കപ്പാസിറ്റി ലോഡ് ബാലൻസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കിപ്പോൾ ഒരു നെറ്റ്വർക്കിനകത്ത് ഒരുപാട് ആക്സസ് പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. ആക്സസ് പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഡിവൈസസ് അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ നെറ്റ്വർക്കിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? കണക്റ്റഡായി കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ആക്സസ് പോയിൻറ്റ് ഓവർലോഡഡ് ആയി എന്നുണ്ടെങ്കിൽ സിസ്റ്റം എന്ത് ചെയ്യും? യൂസേഴ്സിനെ ഒരു ആക്സസ് പോയിൻറ്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്തോളും. ഓക്കെ, അപ്പോൾ അതിനെയാണ് ഹൈ കപ്പാസിറ്റി ലോഡ് ബാലൻസിങ് എന്ന് പറയുന്നത്. അതായത് അതവിടെ ബാലൻസ് ചെയ്തോളും. കപ്പാസിറ്റി നോക്കിയിട്ട് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് എന്ത് ചെയ്തോളും? ആ ലോഡ് അവിടെ ബാലൻസ് ചെയ്ത് നിന്നോളും. അതിനെയാണ് ഹൈ കപ്പാസിറ്റി ലോഡ് ബാലൻസിങ് എന്ന് പറയുന്നത്. അത് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒന്നാമത്തെ ഫീച്ചറാണ്. നെക്സ്റ്റ് വരുന്നൊരു ഫീച്ചറാണ് നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം. വയർലെസ് നെറ്റ്വർക്ക്സ് കൂടുതൽ കോംപ്ലക്സ് ആയിട്ട് വരികയാണ് ഇപ്പോൾ. കാരണം എന്താണ്? ഒരുപാട് ഡിവൈസസ് നെറ്റ്വർക്കിനകത്തേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇപ്പോൾ എവിടെ ഏതൊരു ചെറിയ ഓഫീസ് തുടങ്ങിയാലും അവിടെ ഒരു സിസ്റ്റം ഉണ്ടാവും, 1-2 സിസ്റ്റംസ് ഉണ്ടായിരിക്കും അല്ലേ? കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയും ആക്സസ് പോയിൻറ്റ്സ് നെറ്റ്വർക്കിനകത്ത് കൂടി വരികയാണ്. അപ്പോൾ ഇത്രയും വരുന്ന സിസ്റ്റത്തിനെയെല്ലാം, നെറ്റ്വർക്ക് പോയിൻറ്റ്സിനെ, ആക്സസ് പോയിൻറ്റ്സിനെ എല്ലാം എന്ത് ചെയ്യണം? മാനേജ് ചെയ്യണം അല്ലേ? അതാണ് നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. വയർലെസ് നെറ്റ്വർക്ക്സ് ഹാവ് എ സ്മാർട്ടർ വേ ഓഫ് മാനേജിങ് ദ എൻറ്റയർ നെറ്റ്വർക്ക് ഫ്രം എ സെൻട്രലൈസ്ഡ് പോയിൻറ്റ്. അതായത് ഒരു സെൻട്രലൈസ്ഡ് പോയിൻറ്റിൽ നിന്നുകൊണ്ട് ആ ഒരു എൻറ്റയർ നെറ്റ്വർക്കിൽ വരുന്ന എല്ലാ ആക്സസ് പോയിൻറ്റ്സിനെയും കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവ് വയർലെസ് നെറ്റ്വർക്ക്സിന് ഉണ്ട്. അതിന് പറ്റിയൊരു രീതി വയർലെസ് നെറ്റ്വർക്കിൽ ഉണ്ട്. അതാണ് നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ. റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ അല്ലെങ്കിൽ RBAC എന്ന് പറയും. അതെന്ന് വെച്ചാൽ റോൾസ് അസൈൻ ചെയ്യുക. എന്തിനനുസരിച്ച്? വാട്ട്, ഹൂ, വേർ, വെൻ ആൻഡ് ഹൗ. ഇത് ഒരു യൂസർ അല്ലെങ്കിൽ ഒരു ഡിവൈസ് ഒരു നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാൻ പോകുമ്പോൾ ആരാണ്, അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ എവിടെ നിന്നാണ്, അല്ലെങ്കിൽ എപ്പോഴാണ്, എങ്ങനെയാണ് ആക്സസ് ചെയ്യാൻ പോകുന്നത്, ആ ഒരു റോൾ എന്ത് ചെയ്യും? അവിടെ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അതാണ് റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ. അത് വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ആക്സസിങ്, അതായത് നെറ്റ്വർക്ക് ആക്സസ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആൾ നോക്കുന്നത്? വാട്ട്, ഹൂ, വേർ, വെൻ ആൻഡ് ഹൗ. ഓക്കെ, യൂസറാണോ ഡിവൈസാണോ എന്നുള്ളത് നോക്കിയിട്ട് നെറ്റ്വർക്കിനെ കൺട്രോൾ ചെയ്യുന്ന, ആക്സസ് കൺട്രോൾ ചെയ്യുന്നതാണ് റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഫ്ലെക്സിബിലിറ്റി. അതായത് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്നാണ് പറഞ്ഞത്? ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ നിന്നുകൊണ്ട് ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ അതിന് സഹായിക്കുന്നുണ്ട്. അത് ഫ്ലെക്സിബിളാണ്. അല്ലാതെ ഈ ഒരു ഓഫീസിനകത്ത് തന്നെ വേണം, അല്ലെങ്കിൽ ഈ ഒരു ടെലിഫോൺ ബൂത്തിൽ നിന്നുകൊണ്ട് തന്നെ വേണം, അങ്ങനെയൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഏത് ലൊക്കേഷനിലേക്ക് വേണമെങ്കിലും മാറാം. അങ്ങനെ ഒരു പോസിബിലിറ്റി വയർലെസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്.
ദെൻ ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അതായത് ഒരു റിമോട്ട് ഏരിയയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും വയർലെസ് ടെക്നോളജി. അതായത് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ വയർലെസ് ടെക്നോളജി ആക്സസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ആക്സസിബിലിറ്റി. ദെൻ കോൺസ്റ്റൻറ്റ് കണക്ടിവിറ്റി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അതും കോൺസ്റ്റൻ്റ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പറ്റും. ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെസ്പോണ്ട് ചെയ്യാൻ പറ്റും അല്ലേ. അതാണ് കോൺസ്റ്റൻറ്റ് കണക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് GSM. മൊബൈൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ് GSM എന്ന് പറയുന്നത്. GSM എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. അതായത് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം. അതാണെന്ത് GSM എന്ന് പറയുന്നത്. GSMൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. GSM ഇസ് എ ഡിജിറ്റൽ സെല്ലുലാർ ടെക്നോളജിയാണ്. അതായത് ഒരു മൊബൈൽ വോയിസ് അല്ലെങ്കിൽ ഡാറ്റ സർവീസസ് അതൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ സെല്ലുലാർ ടെക്നോളജിയാണ് GSM എന്ന് പറയുന്നത്. GSM വെച്ചിട്ട് നമുക്ക് ഡാറ്റയെ ഡിജിറ്റൈസ് ചെയ്യാനും ഡാറ്റ റെഡ്യൂസ് ചെയ്യാനും ഒക്കെ സാധിക്കും. കൂടാതെ ഡാറ്റ റേറ്റ് കൂടുതലാണ്. GSM വഴിയുള്ള ഡാറ്റ റേറ്റ് എന്ന് പറയുന്നത് കൂടുതലാണ്. ദെൻ GSM എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നിട്ടുള്ളത് ഒരു സെൽ ബേസ്ഡ് മൊബൈൽ റേഡിയോ സിസ്റ്റത്തിൽ നിന്നാണ്. അതും നമ്മുടെ ബെൽ ലബോറട്ടറീസിൽ നിന്നാണ്. 1970s അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. GSM ഒരു നാരോ ബാൻഡ് ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ടെക്നിക്കാണ് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. TDMA അല്ലെങ്കിൽ ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നുണ്ട്. TDMA മാത്രമല്ല, TDMA ഉണ്ട്, അതുപോലെ FDMA, CDMA അതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കാനുള്ളതാണ്. ദെൻ GSM ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഒരു ഡിജിറ്റൽ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടാണ് GSM ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതിന് kbps മുതൽ 120 Mbps വരെ ഡാറ്റ റേറ്റ് ക്യാരി ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹൈ ഡാറ്റ റേറ്റ് കപ്പാസിറ്റി ഉണ്ട് GSMനെന്ന്. ദെൻ ഇതാണ് GSM സിസ്റ്റം ആർക്കിടെക്ചർ. GSMൻ്റെ ആർക്കിടെക്ചറാണ് ഈ ഫിഗറിൽ കാണിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് വരുന്ന 3 ഭാഗങ്ങളാണ് മൊബൈൽ സ്റ്റേഷൻ, ബേസ് സബ് സിസ്റ്റം, നെറ്റ്വർക്ക് സബ് സിസ്റ്റം. അങ്ങനെ 3 ഭാഗങ്ങളാണ് അല്ലെങ്കിൽ 3 സെഷൻസാണ് GSM സിസ്റ്റം ആർക്കിടെക്ചറിൽ വരുന്നത്. അതിൽ മൊബൈൽ സ്റ്റേഷനിൽ വരുന്നതാണ് നമ്മുടെ സിമ്മും മൊബൈൽ എക്യുപ്മെൻറ്റും. മൊബൈൽ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതിനകത്താണ് നമ്മുടെ മൊബൈൽ വരുന്നത്. അതാണ് മൊബൈൽ എക്യുപ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ മൊബൈൽ എക്യുപ്മെൻ്റ് ആയ മൊബൈലിനകത്ത് വരുന്ന ഒരു സാധനമാണ് സിമ്മ് അല്ലേ. സിമ്മ് നമ്മൾ ഫോണിനകത്ത് ഉപയോഗിക്കുന്ന സിമ്മ്. അപ്പോൾ മൊബൈൽ സ്റ്റേഷനിൽ വരുന്നതാണ് മൊബൈൽ എക്യുപ്മെൻറ്റും സിമ്മും. ആ മൊബൈൽ സ്റ്റേഷനിൽ നിന്നാണ് നെക്സ്റ്റ് കണക്ഷൻ എങ്ങോട്ട് പോകുന്നത്, ബേസ് സബ് സിസ്റ്റത്തിലേക്ക്. ബേസ് സബ് സിസ്റ്റത്തിൽ നിന്ന് നെറ്റ്വർക്ക് സബ് സിസ്റ്റത്തിലേക്ക്. ഇതിൽ ഓരോന്നിലും എന്തൊക്കെയാണുള്ളത്, അതെന്തൊക്കെയാണ് ഓരോന്നിൻ്റെയും ഡ്യൂട്ടീസ് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം മൊബൈൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താണ്, നമ്മുടെ മൊബൈൽ ഫോൺ തന്നെ. മൊബൈൽ സ്റ്റേഷനകത്ത് 2 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് മൊബൈൽ എക്യുപ്മെൻറ്റ്, അതായത് പോർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വെഹിക്കിൾ മൗണ്ടഡ് ആയിട്ടുള്ള ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന തരം ഒരു ഡിവൈസ്. അതാണ് മൊബൈൽ എക്യുപ്മെൻറ്റ്. അതായത് നമ്മുടെ മൊബൈൽ ഫോൺ. അതിന് ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടാവും. അതിന് IMEI നമ്പർ എന്ന് പറയും. IMEI നമ്പർ, അതായത് നമ്മുടെ മൊബൈൽ ഫോണൊക്കെ കാണാതെ പോയി കഴിഞ്ഞാൽ അതിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നമ്പറാണ് IMEI നമ്പർ എന്ന് പറയുന്നത്. IMEI മീൻസ് ഇൻ്റർനാഷണൽ മൊബൈൽ എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി എന്നാണ്. അതൊരു 15-bit നമ്പറാണ്. അത് ഉപയോഗിച്ചാണ് നമ്മൾ മൊബൈൽ ട്രാക്ക് ചെയ്യുന്നതൊക്കെ. ഓക്കെ, വോയിസ് ആൻഡ് ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ മൊബൈൽ എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൽ വരുന്ന മറ്റൊന്നാണ് നേരത്തെ പറഞ്ഞ സിമ്മ്, സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ. സിം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്മാർട്ട് കാർഡാണ് അല്ലേ, ഒരു ചെറിയൊരു കാർഡാണ്. അതിനകത്ത് IMSI നമ്പർ ഉണ്ടായിരിക്കും, ഇൻ്റർനാഷണൽ മൊബൈൽ സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി നമ്പർ. ഓക്കെ, ഇൻ്റർനാഷണൽ മൊബൈൽ സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി IMSI നമ്പറാണ് ആ ഒരു സിം എന്ന് പറയുന്ന സ്മാർട്ട് കാർഡിനകത്ത് ഉണ്ടാവുക. ഈ സിം എന്തിനു വേണ്ടിയാണ് സഹായിക്കുക, യൂസറിന് കോൾ വന്നാൽ കോൾ സെൻഡ് ചെയ്യാനും, കോൾ വന്നാൽ അത് റിസീവ് ചെയ്യാനും, അതുപോലെ
മറ്റ് സബ്സ്ക്രൈബർ സർവീസസ് റിസീവ് ചെയ്യാനും ഒക്കെ വേണ്ടി ഈ സിം എന്ത് ചെയ്യും, സഹായിക്കും. സിമ്മിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാസ്വേഡ് അല്ലെങ്കിൽ ഒരു പിൻ നമ്പറൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ നെറ്റ്വർക്ക് ഐഡൻറ്റിഫിക്കേഷൻ, അതായത് നമ്മൾ ഇപ്പോൾ ഏത് നെറ്റ്വർക്കിന് കീഴിൽ വരുന്നതാണ്, എയർടെൽ ആണോ ഐഡിയ ആണോ, ഏത് നെറ്റ്വർക്കിന് കീഴിൽ വരുന്നതാണോ അതിൻ്റെ ഡീറ്റെയിൽസ് എൻകോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും ആ സിമ്മിനകത്ത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കീ ഇൻഫോർമേഷനും ആ സിമ്മിനകത്ത് ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് BSS. അതായത് നമ്മുടെ മൊബൈൽ സ്റ്റേഷൻ എന്ന് പറയുന്ന ആദ്യത്തെ ഭാഗം കഴിഞ്ഞു. അതിനുശേഷം വരുന്ന രണ്ടാമത്തെ ഭാഗമാണ് ബേസ് സബ്സിസ്റ്റം BSS. ബേസ് സബ്സിസ്റ്റവും നമ്മുടെ മൊബൈൽ എക്യുപ്മെൻറ്റും കൂടി ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അത് ബേസ് സബ്സിസ്റ്റത്തിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ് BTSഉം BSCയും. BTS എന്ന് പറഞ്ഞാൽ നമ്മുടെ ടവർ, ഇത് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് പോകുന്ന സിഗ്നൽസൊക്കെ റിസീവ് ചെയ്യുന്ന ടവർ ഉണ്ടല്ലോ, ആ ടവറിനെയാണ് BTS എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൊബൈൽ സ്റ്റേഷനും BTSഉം തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇൻ്റർഫേസിനെ പറയുന്നതാണ് UM ഇൻ്റർഫേസ് എന്ന്. UM ഇൻ്റർഫേസ്, അതിൽ റേഡിയോ ഫ്രീക്വൻസി ഇൻ്റർഫേസ് എന്നും പറയും. റേഡിയോ ഫ്രീക്വൻസീസാണ് അവിടെ ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മൊബൈൽ സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ മൊബൈൽ എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ നിന്ന് നേരെ എങ്ങോട്ടാണ് കമ്മ്യൂണിക്കേഷൻ പോകുന്നത്? BTSൽ ഫിഗർ നോക്കിയാൽ കാണാം. മൊബൈൽ എക്യുപ്മെൻറ്റിൽ നിന്ന്, അതായത് നമ്മുടെ ഫോണിൽ നിന്ന് നേരെ എങ്ങോട്ടാണ് പോവുക? BTSലേക്കാണ് സിഗ്നൽ പോവുക. ഓക്കെ, BTSകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ബേസ് സബ്സിസ്റ്റത്തിൽ ഒരുപാട് BTS ഉണ്ടായിരിക്കും. ഒരു ബേസ് സബ്സിസ്റ്റത്തിൽ തന്നെ ഒരുപാട് BTSകൾ ഉണ്ടായിരിക്കും. ഈ BTSകളെ കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് BSCയും ഉണ്ടായിരിക്കും. ഇതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റമാണ് എന്ത്? ബേസ് സബ്സിസ്റ്റം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ തന്നെയാണ് ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റം എന്നും പറയുന്നത്. ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ റേഡിയോ സബ്സിസ്റ്റം എന്നുകൂടി പറയും. റേഡിയോ ട്രാൻസ്മിഷൻ പാത്ത് ബിറ്റ്വീൻ മൊബൈൽ സ്റ്റേഷൻ ആൻഡ് മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ. അതൊരു മൊബൈൽ സ്റ്റേഷനും MSCയും തമ്മിൽ ഇടയിലുള്ള ആ ഒരു ട്രാൻസ്മിഷൻ പാത്ത് മാനേജ് ചെയ്യുന്നത് ആരാണ്? BSS ആണ്. ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റമാണ്. അതുപോലെ BSS മൊബൈൽ സ്റ്റേഷനും ബാക്കിയുള്ള എല്ലാ GSM സബ്സിസ്റ്റവും തമ്മിലുള്ള ഇൻ്റർഫേസ് മാനേജ് ചെയ്യുന്നതും ആരാണ്? BSS തന്നെയാണ്. BSSൽ രണ്ട് ഭാഗങ്ങളാണ് വരുന്നത്. ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ BTS. ബേസ് ട്രാൻസീവർ സ്റ്റേഷനും അതുപോലെ BSCയും, ബേസ് സ്റ്റേഷൻ കൺട്രോളർ. അതെന്താണെന്ന് നേരത്തെ പറഞ്ഞു. ബേസ് ട്രാൻസീവർ സിസ്റ്റം അല്ലെങ്കിൽ BTS എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻസ് റേഡിയോ കമ്പോണൻറ്റ് വിത്ത് MS. ഇത് മൊബൈൽ സ്റ്റേഷനുമായിട്ടുള്ള റേഡിയോ കമ്പോണൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. It maintains radio component with the MS. Then it encodes, encrypts, multiplexes, modulates and feeds the radio frequency signal to the antenna. അപ്പോൾ BTS ചെയ്യുന്ന നെക്സ്റ്റ് കാര്യം എന്താണ്? ആൻറ്റിനയിലേക്ക് എന്ത് കൊടുക്കുകയാണ്? എൻകോഡ് ചെയ്യുന്നു, സിഗ്നലിനെ എൻകോഡ് ചെയ്യുന്നു, എൻക്രിപ്റ്റ് ചെയ്യുന്നു, മൾട്ടിപ്ലക്സ്, മോഡുലേഷൻ, ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? അതായത് വന്നിട്ടുള്ള റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽ ഇതെല്ലാം ചെയ്യുന്നത് എന്താണ്? ഈ പ്രോസസ്സുകളെല്ലാം ചെയ്യുന്നത് എന്താണ്? ബേസ് ട്രാൻസീവർ സിസ്റ്റമാണ്. എന്നിട്ട് ആൻറ്റിനയിലേക്ക് കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് BSC ചെയ്യുന്നത് BTSകളെ തമ്മിൽ, അതായത് ഡിഫറെൻറ്റ് ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റത്തിനിടയിൽ ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റത്തിൽ ഒരുപാട് BTSകൾ വരുന്നുണ്ടാവും. അപ്പോൾ ഈ BTSകളെ എല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? BSC ആണ്, ബേസ് സ്റ്റേഷൻ കൺട്രോളർ. ഓക്കെ, അപ്പോൾ ഓരോ BTSനും അല്ലെങ്കിൽ BTSനും MSCക്കും ഒക്കെ ആയിട്ട് ആവശ്യമായ ടൈം സ്ലോട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതും BSC തന്നെയാണ്. റേഡിയോ റിസോഴ്സസിന് മാനേജ് ചെയ്യുന്നതും ആര് തന്നെയാണ്? BSC തന്നെയാണ്. BTSന് വേണ്ട റേഡിയോ റിസോഴ്സസിന് മാനേജ് ചെയ്യുന്നതും BSC ആണ്. അപ്പോൾ BSC എന്ന് പറഞ്ഞാൽ കൺട്രോളറാണ്. BTSകളുടെ കൺട്രോളറാണ് ബേസ് സ്റ്റേഷൻ കൺട്രോളർ. ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റം അല്ലെങ്കിൽ ബേസ് സബ്സിസ്റ്റത്തിൽ ഒന്നിൽ കൂടുതലല്ല ഒരുപാട് BTSകൾ വരും. അപ്പോൾ ഈ BTSകളെല്ലാം കൺട്രോൾ ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ട് 2 or 3 BTSകൾ ചേർത്തിട്ട് അവയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു BSC ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഈ
ഒരു ബേസ് സബ്സിസ്റ്റം അല്ലെങ്കിൽ ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റത്തിൽ തന്നെ ഒരുപാട് BSCകളും വരും. അപ്പോൾ ഈ BSCകളെ എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ്വർക്ക് സബ്സിസ്റ്റമായ മൂന്നാമത്തെ സെക്ഷനിൽ ഒരു MSC വരുന്നുണ്ട്. ഫിഗർ നോക്കിയാൽ കാണാം, BSCന്ന് നേരെ ആരോ പോകുന്നത് MSCയിലേക്കാണ്. അതായത് ബേസ് സബ്സിസ്റ്റത്തിൽ വരുന്ന എല്ലാ BSCകളെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു MSC ഉണ്ടായിരിക്കും. ഓക്കെ, MSCയിൽ നിന്നാണ് പിന്നീട് ഒരു പബ്ലിക് നെറ്റ്വർക്കിലേക്ക് കോള് എത്തുന്നത്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാം, നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഒരു കോള് പോവുകയാണ്, ലാൻഡ് ഫോണിലേക്കാണ് കോള് പോകുന്നതെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൽ നിന്ന് നേരെ എങ്ങോട്ട് പോകും? BTSലേക്ക്, അതായത് ടവറിലേക്ക് പോവും. അവിടെ നിന്ന് ആ കോളിനെ BSCയിലേക്ക് സ്വിച്ച് ചെയ്യും. ദെൻ BSCയിൽ നിന്ന് MSCയിലേക്ക് സ്വിച്ച് ചെയ്യും കോള്. ദെൻ ആ കോൾ എങ്ങോട്ട് എത്തുന്നു? പബ്ലിക് നെറ്റ്വർക്കായ PSTN, ISDN അതുപോലുള്ള പബ്ലിക് നെറ്റ്വർക്ക്, അതായത് നമ്മുടെ ലാൻഡ് ഫോൺ പോലുള്ള ഇതിലേക്ക് എന്ത് ചെയ്യുന്നു? കോൾ സ്വിച്ച് ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു മൊബൈൽ ഫോണിൽ നിന്ന് ലാൻഡ് ഫോണിലേക്ക് കോൾ എത്തുന്നത്. ഓക്കെ, അപ്പോൾ BSCകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ആരുണ്ടെന്ന് പറഞ്ഞു? MSC ഉണ്ട് അല്ലേ. ദെൻ നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ്സിസ്റ്റം, NSS, മൂന്നാമത്തെ പോർഷനാണ് നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ്സിസ്റ്റം. അതെന്ത് ചെയ്യുന്നു? അതിൽ വരുന്നതാണ് MSC. അതായത് BSCകളെ തമ്മിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, BSCകളെ തമ്മിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് MSC ഉണ്ട്. ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതർ നെറ്റ്വർക്ക് സച്ച് ആസ് PSTN, അതായത് PSTN പോലുള്ള PSTN, ISDN പോലുള്ള മറ്റ് പബ്ലിക് നെറ്റ്വർക്കുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സഹായിക്കുന്നത് MSC തന്നെയാണ്. ദെൻ നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ്സിസ്റ്റത്തിൽ വരുന്നതാണ് ഒന്നാമത്തേതാണ് മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ. നേരത്തെ പറഞ്ഞ MSC ആണ് ശരിക്കും ഹാർട്ട് ഓഫ് ദി നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. GSMും മറ്റ് നെറ്റ്വർക്കുകളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മാനേജ് ചെയ്യുന്നത് MSC ആണ്, മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ ആണ്. ഇറ്റ് മാനേജസ് കോൾ സെറ്റപ്പ് ഫംഗ്ഷൻ, റൂട്ടിംഗ്, ബേസിക് സ്വിച്ചിങ് ഇതെല്ലാം നടത്തുന്നത്, അതായത് കോൾ സെറ്റപ്പ്, റൂട്ടിങ്, ബേസിക് സ്വിച്ചിങ് ഇതെല്ലാം നടത്തുന്നത് മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ ആണ്. ദെൻ ഹോം ലൊക്കേഷൻ രജിസ്റ്റർ, HLR എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു സിം എടുക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ID കാർഡ് കൊടുക്കും, ആധാറോ ഇലക്ഷൻ ID കാർഡോ ലൈസൻസോ എന്തെങ്കിലുമൊക്കെ കൊടുക്കും അല്ലേ. അപ്പോൾ അത് കൊടുക്കുമ്പോൾ അതിനകത്തുള്ള ഡീറ്റെയിൽസ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും അല്ലേ. അങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? HLRലാണ്. അതായത് യൂസറിൻ്റെ എല്ലാ കാര്യങ്ങളും ഹോം ലൊക്കേഷൻ രജിസ്റ്ററിനകത്താണ് സ്റ്റോർ ചെയ്ത് വെക്കുക. അതായത് സബ്സ്ക്രൈബറിൻ്റെ ഒരു ഡാറ്റാബേസ് ആണ് HLR എന്ന് പറയുന്നത്. സബ്സ്ക്രൈബർ ID, ലൊക്കേഷൻ, ഓതൻറ്റിക്കേഷൻ കീ, അഡ്രസ്സ് എല്ലാ കാര്യങ്ങളും ഹോം ലൊക്കേഷൻ രജിസ്റ്ററിനകത്താണ് ഉണ്ടാവുക. ഇത് നെക്സ്റ്റ് വരുന്നതാണ് വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ, VLR. വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ HLR പോലെ തന്നെയാണ്, പക്ഷേ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുക പെർമനൻ്റ് ആയിട്ടല്ല, ടെമ്പററി ആയിട്ടാണ്. അതായത് നമ്മളിപ്പോൾ കേരളത്തിനകത്തുനിന്ന് പുറത്തേക്ക് പോയി തമിഴ്നാട്ടിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ കുറച്ച് ദിവസത്തിനല്ലേ നിൽക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ കേരള സിമ്മ് തമിഴ്നാട്ടിലേക്ക് പോവുകയാണല്ലേ, അപ്പോൾ അവിടെ എന്ത് ചെയ്യും? ആ VLRനകത്താണ് നമ്മുടെ സിമ്മിൻ്റെ ഡീറ്റെയിൽസ്, നമ്മുടെ ഡീറ്റെയിൽസ് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ, നമ്മളവിടെ വിസിറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ എന്ന് പറയുന്ന രജിസ്റ്ററിനകത്ത് സബ്സ്ക്രൈബറിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്ത് വെക്കും. അതായത് സബ്സ്ക്രൈബർ എത്ര നേരം ആക്റ്റീവാണോ അത്രയും നേരം അതിനകത്ത് ഡാറ്റാസ് ഉണ്ടായിരിക്കും. വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്ററിനകത്ത് ഡാറ്റാസ് ഉണ്ടായിരിക്കും. ഇത് നെക്സ്റ്റ് വരുന്നതാണ് NSSനകത്ത് വരുന്നതാണ് എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ, EIR എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റാബേസ് തന്നെയാണ്. അതിനകത്ത് വരുന്നത് വാലിഡ് മൊബൈൽ എക്യുപ്മെൻറ്റ്സ് ആണ്. അത് നെറ്റ്വർക്കിനകത്ത് വരുന്ന വാലിഡ് ആയിട്ടുള്ള മൊബൈൽ എക്യുപ്മെൻറ്റ്സ്, അത് ആ നെറ്റ്വർക്കിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാലിഡ് മൊബൈൽ എക്യുപ്മെൻറ്റ്സിൻ്റെ ഒരു ലിസ്റ്റാണ് എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്ററിനകത്ത് ഉണ്ടാവുക. അത് നെക്സ്റ്റ് വരുന്നതാണ് ഓതൻറ്റിക്കേഷൻ സെൻറ്റർ, AUC. സബ്സ്ക്രൈബറിൻ്റെ ഓതൻറ്റിക്കേഷൻ പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഓതൻറ്റിക്കേഷൻ ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് ഓതൻറ്റിക്കേഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞ പബ്ലിക് നെറ്റ്വർക്ക്സ്, MSCയിൽ നിന്ന് നേരെ പബ്ലിക് നെറ്റ്വർക്കിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞല്ലോ. ആ പബ്ലിക് നെറ്റ്വർക്ക്സ് ആണ് PSTN, ISDN, PSPDN, CSPDN എന്നൊക്കെ പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് അതിൻ്റെ ഫുൾ ഫോം ഓരോന്നിൻ്റെ എന്തൊക്കെയാണെന്നുള്ളത് അറിയാം. PSTN എന്ന് പറഞ്ഞാൽ പബ്ലിക് സ്വിച്ച്ഡ് ടെലിഫോൺ നെറ്റ്വർക്കാണ്.
ISDN എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. PSPDN എന്ന് പറഞ്ഞാൽ പാക്കറ്റ് സ്വിച്ച്ഡ് പബ്ലിക് ഡാറ്റ നെറ്റ്വർക്ക്. അതുപോലെ CSPDN എന്ന് പറഞ്ഞാൽ സർക്യൂട്ട് സ്വിച്ച്ഡ് പബ്ലിക് നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ അത്രയാണ് GSM ആർക്കിടെക്ചർ വരുന്നത്. അപ്പോൾ സിസ്റ്റം ആർക്കിടെക്ചറിൽ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. മൊബൈൽ സ്റ്റേഷൻ, ബേസ് സബ് സിസ്റ്റം അല്ലെങ്കിൽ ബേസ് സ്റ്റേഷൻ സബ് സിസ്റ്റം, നെറ്റ്വർക്ക് സബ് സിസ്റ്റം അല്ലെങ്കിൽ നെറ്റ്വർക്ക് സ്റ്റേഷൻ സബ് സിസ്റ്റം. ഇതിൽ മൊബൈൽ സ്റ്റേഷനും ബേസ് സബ് സിസ്റ്റവും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻ്റർഫേസാണ് UM ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അതായത് മൊബൈൽ എക്യുപ്മെൻറ്റും BTSും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് UM ഇൻ്റർഫേസ്. അവിടെ റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽസ് ആണ്, അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി ഇൻ്റർഫേസ് എന്നും പറയും. അതുപോലെ തന്നെ BTSും BSCയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. BTSും BSCയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഇൻ്റർഫേസാണ് ABIS ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ABIS ഇൻ്റർഫേസ് എന്ന് പറയുമ്പോൾ അതിലെ മൈക്രോവേവ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനൊക്കെയാണ് നടക്കുക. ദെൻ BSCയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, MSCയിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. MSCയിൽ നിന്ന് PSTNലേക്കും പോകുന്നു. അപ്പോൾ BSCയിൽ നിന്ന് MSCയിലേക്ക് പോകുമ്പോൾ അവിടെയും എന്ത് വരുന്നുണ്ട്, ഒരു ഇൻ്റർഫേസ് വരുന്നുണ്ട്. ആ ഇൻ്റർഫേസിന് പറയുന്ന പേരാണ് A ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. A ഇൻ്റർഫേസിലും ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് നടക്കാറ്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ GSM സിസ്റ്റം ആർക്കിടെക്ചർ. അതിൽ മൊബൈൽ സ്റ്റേഷനിൽ വരുന്നതാണ് സിമ്മും മൊബൈൽ എക്യുപ്മെൻറ്റും. ബേസ് സബ് സിസ്റ്റത്തിൽ വരുന്നതാണ് BTSും BSCയും. BTSകളെ തമ്മിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് BSC വരുന്നത്. BSCകളെ തമ്മിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് MSC വരുന്നു. ദെൻ MSCയിൽ നിന്ന് പബ്ലിക് നെറ്റ്വർക്കിലേക്കും പോകുന്നു. അവിടെ നെറ്റ്വർക്ക് സബ് സിസ്റ്റത്തിനകത്ത് ഡീറ്റെയിൽസ് സബ്സ്ക്രൈബറിൻ്റെയും എക്യുപ്മെൻറ്റിൻ്റെയും അതുപോലെ ഓതൻറ്റിക്കേഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രജിസ്റ്റേഴ്സാണ് HLR, VLR, EIR, AUC. ഓക്കെ, അപ്പോൾ അത്രയാണ് GSM സിസ്റ്റം ആർക്കിടെക്ചർ.